ഇപ്പോൾ 38 മുതൽ 40 വരെ തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശമുള്ളതിലേക്ക് കൂടുതൽ പരിഷ്കരിച്ച പതിപ്പായിട്ടുള്ള പുതിയ തേജസ് MK1A കൂടി എത്തുന്നു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒറ്റ എഞ്ചിനുള്ള ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനത്തെ ഇന്ത്യയുടെ അഭിമാനമായി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. HAL-ഉം എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും സംയുക്തമായിട്ടാണ് വ്യോമസേനയ്ക്ക് വേണ്ടി ഈ തേജസ് വിമാനത്തെ വികസിപ്പിച്ചെടുത്തത്. 2003-ലാണ് ആദ്യ തേജസ് വിമാനം പറന്നുയർന്നത്. ഇതേ വർഷം തന്നെയാണ് വിമാനത്തിന് തേജസ് എന്ന പേര് കൊടുത്തതും. ഡെർബി മിസൈൽ ഘടിപ്പിച്ച തേജസ് വിമാനത്തിന്റെ സ്ക്വാഡ്രൺ ആരെയും ഭയപ്പെടുത്തുന്നതാണ്. ശബ്ദത്തേക്കാൾ 4 മടങ്ങ് വേഗത്തിൽ കുതിക്കുന്ന ഇസ്രയേൽ നിർമ്മിത മിസൈലാണ് ഡെർബി. ദൂരപരിധി എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ്. 118 കിലോഗ്രാം ഭാരമുള്ള മിസൈലിന് 23 കിലോ പോർമുന വഹിക്കാനുള്ള ശേഷി കൂടിയുണ്ട്. തൊടുത്ത ശേഷം ദിശ നിയന്ത്രിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും വിധത്തിലുള്ള റഡാർ സംവിധാനം കൂടി സജ്ജമാക്കിയ മിസൈലിനെ ഏത് കാലാവസ്ഥയിലും ഏത് ഭൂപ്രദേശത്തും നമുക്ക് ഉപയോഗിക്കാനായി കഴിയും. 362 സെന്റിമീറ്റർ നീളമുള്ള ഈ കരുത്തൻ ശക്തമായ പ്രഹരം തന്നെയാണ് ശത്രുവിൻ്റെ മേഖലയിൽ നടത്തുന്നത്. ഇനി റഫേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 36 റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. മറ്റൊരു 26 റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി നാവികസേന ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിലും 2028 മുതൽ 2030 വരെയുള്ള കാലയളവിലായിരിക്കും അവ നമുക്ക് ലഭ്യമാകുന്നത്. ഏറെക്കാലമായി വ്യോമസേന ആവശ്യപ്പെട്ടു പോന്ന മീഡിയം മൾട്ടി റോൾ പോർവിമാനം വിഭാഗത്തിലാണ് റഫേൽ വരുന്നത്. ഫ്രാൻസിലെ ദസോൾട്ട് ഏവിയേഷൻ കമ്പനിയാണ് റഫേലിനെ വികസിപ്പിക്കുന്നത്. 80-കളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് 2000 എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതും ദസോൾട്ട് തന്നെയായിരുന്നു. ഇന്ത്യയുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ മിറാഷ് ആണ് വഹിക്കുന്നത്. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ കുന്തമന കൂടി മിറാഷ് ആയിരുന്നു. വിമാനത്തിൻ്റെ നീളം 15.5 മീറ്ററാണ്. റഫേലിൻ്റെ വേഗമെന്ന് പറയുന്നത് മണിക്കൂറിൽ 1912 കിലോമീറ്ററും. ഒറ്റപ്പറക്കലിൽ 3700 കിലോമീറ്റർ പരിധി വരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ 3 ഡ്രോപ്പ് ടാങ്കുകളുണ്ട്. ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫേൽ എന്ന് പറയുന്നത്. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫസ് ശേഷിയുള്ള റഫേൽ മിക്ക ആധുനിക ആയുധങ്ങളും ഘടിപ്പിക്കാൻ കഴിയുന്നവയാണ്. അസ്ത്ര, സുദർശൻ ബോംബുകൾ, AESA റഡാർ, പൈത്തൺ 5, ഇസ്രയേലിൻ്റെ ഡെർബി മിസൈൽ എന്നിവയൊക്കെ തന്നെ ഘടിപ്പിക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങളുള്ള ഇന്ത്യയുടെ റഫേൽ പുറത്തിറങ്ങുക രാത്രിയും പകലും ഒരുപോലെ തന്നെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു കരുത്തനായി തന്നെയാണ്. ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചതും റഫേൽ തന്നെയായിരുന്നു. ഇനി സുഖോയ് 30 യുദ്ധവിമാനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ കൈവശം 259 മുതൽ 260 വരെ സുഖോയ് 30 MK1 യുദ്ധവിമാനങ്ങളുണ്ട്. റഷ്യയിൽ നിന്നുള്ളതാണ് സുഖോയ്. ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനയായി സുഖോയിയും അറിയപ്പെടുന്നുണ്ട്. റഷ്യൻ കമ്പനിയായിട്ടുള്ള സുഖോയ് വികസിപ്പിച്ച ഈ വിമാനം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളുടെ പട്ടികയിൽ ഒന്ന് തന്നെയാണ്. സുഖോയ് കമ്പനിയുടെ അനുമതിയോടെ ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഇത് തദ്ദേശീയമായി നിർമ്മിച്ചു പോരുന്നത്. 2017-ലെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 242 സുഖോയ് Su-30 MKI വിമാനങ്ങൾ നിലവിൽ ഇന്ത്യയുടെ കൈവശമുണ്ട്. 30ഓളം സുഖോയ് Su-30 വിമാനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. 2002-ലാണ് ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത്. മിറാഷ് 2000 റഫേൽ നിർമ്മിച്ച ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള ദസോൾട്ട് ഏവിയേഷൻ തന്നെയാണ്. അത് 45 മുതൽ 50 എണ്ണം വരെ നമ്മുടെ പക്കലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മിറാഷ് 2000 ഇന്ത്യ ഇപ്പോഴും വാങ്ങുന്നുണ്ട്. അത് സ്പെയർ പാർട്സിന് വേണ്ടിയാണെന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. 80-കളിലാണ് ഈ കോമ്പാക്ട് യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയത്. ഇന്ത്യയുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിറാഷ് തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ തന്നെ നാം ഉപയോഗിക്കാറുണ്ട്. ലേസർ ബോംബുകൾ, ന്യൂക്ലിയർ ക്രൂയിസ് മിസൈൽ എന്നിവ വഹിക്കാൻ കഴിയുന്ന വിമാനത്തിന് 6.3 ടൺ ഭാരം വരെ കരുത്തിന് താങ്ങിയെടുക്കാനായി സാധിക്കും. ഇനി ജാഗ്വാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 115 മുതൽ 200ഓളം ജാഗ്വാർ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഇത് ശത്രു രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് പാഞ്ഞെത്തി ആക്രമിക്കാൻ കഴിയുന്ന സവിശേഷമായ ഒരു ആയുധം തന്നെയാണ്. ഫ്രഞ്ചും ബ്രിട്ടനും ചേർന്ന് വികസിപ്പിച്ച അറ്റാക്കിംഗ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് യുദ്ധവിമാനമാണ് ജാഗ്വാർ എന്ന് പറയുന്നത്. 1979-ൽ റോയൽ എയർഫോഴ്സിൽ നിന്നും വാടകയ്ക്കെടുത്ത ജാഗ്വാറാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ആദ്യമായിട്ട് എത്തിയത്. പിന്നീട് 1981-ൽ ഇന്ത്യക്ക് വേണ്ടി സ്വന്തമായി ജാഗ്വാർ നിർമ്മിക്കാൻ തുടങ്ങി. 87-ൽ ഇന്ത്യ ശ്രീലങ്കയിലേക്ക് അയച്ച സമാധാന സേനയുടെ ഭാഗം കൂടിയായിരുന്നു ജാഗ്വാർ ജെറ്റുകൾ. 99-ലെ കാർഗിൽ യുദ്ധത്തിലും ഇന്ത്യൻ വ്യോമസേനയുടെ നിർണായകമായ ഘടകമായി ഈ യുദ്ധവിമാനം മാറിയിരുന്നു. ആണവ പോർമുന ഘടിപ്പിച്ച മിസൈലുകൾ വളരെ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനം ഭേദിച്ചുകൊണ്ട് പാഞ്ഞ് പറക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജാഗ്വാർ വിമാനങ്ങളുടെ ഏറ്റവും സവിശേഷമായ കാര്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.